ഓക്കെ 5-star സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. അക്കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തിൽ എടുക്കാം. ഒരു ഡീസൽ ടിയാഗോ ആണ്. നല്ല മൈലേജ് 20 above മൈലേജ് കിട്ടുന്ന വണ്ടി. വില കുറഞ്ഞൊരു വാഹനം അല്ലേ? വില കുറഞ്ഞൊരു കാറ്റഗറി നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. 2 year വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഫുൾ ഓണിൽ ലഭിക്കാൻ പോകുന്നത്. ആവറേജ് ഒരു 13 മുതൽ 16 വരെ മൈലേജ്. അതൊരു മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? മാനുവൽ ആണ് എടുത്ത് പറയാറില്ല, ഓട്ടോമാറ്റിക് മാത്രമേ എടുത്ത് പറയാറുള്ളൂ. അങ്ങനെയാണ്. ഓക്കെ, ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ, അതായത് ഒരു 10-15 സ്റ്റോക്കുകൾ നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. വന്നിരിക്കുന്ന ഷോറൂം കോഴിക്കോട് ജില്ലയിലുള്ള കാർ സോൺ കാർ ആൻഡ് ബൈക്കാണ്. വെസ്റ്റിൽ അത്താണികളാണ് ലൊക്കേഷൻ വരുന്നത്. ഇതാ നമുക്ക് സ്വാഗതം ചെയ്യാം ഷഹദിനെ. ഹായ്. നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ പഴയ ക്യാമറാമാൻ ആയിരുന്നു. ഒരു പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ നിന്നിട്ട് ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ ഷഹദ് പറയുന്നത്? ഇന്നിപ്പോ നമുക്ക് ഒരു ടാറ്റയുടെ കുറച്ച് സെഗ്മെന്റ് കാണിക്കാം. അൾട്രോസ് ഉണ്ട്, ടിയാഗോ ഉണ്ട്, പിന്നെ ഡീസൽ വണ്ടികളുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ടാറ്റക്കാര് നമ്മുടെ ആരാധകരുണ്ട്. നമുക്ക് ടാറ്റന്റെ വണ്ടി കുറച്ച് കാണിക്കാം. ടാറ്റ മാത്രമല്ലല്ലോ, വേറെ വണ്ടികൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ കണ്ടു നോക്കാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് സൈഡ് കോർണറിലുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, വിട്ടുപോകണ്ട. ബാക്കി ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. നമ്മളെന്തായാലും ടാറ്റ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അൾട്രോസ് തുടങ്ങാം. KL1 രജിസ്ട്രേഷനുള്ള ടാറ്റയുടെ അൾട്രോസിൻ്റെ ഒരു എന്താ ഫസ്റ്റ് ബ്രാൻഡിങ്ങിൽ ഐക്കോണിക് കളറാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2021 മോഡല്. ഓക്കെ, XZ+ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നോർമൽ ഓട്ടാണ്. പിന്നെ അൾട്രോസിൽ ഇത് അഡീഷണൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ ഓട്ടത്തിന്റെ ആ ഒരു ടയർ ഉണ്ട്, മാന്യമായ ടയർ ഉണ്ട്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. പിന്നെ ഇതിന്റെ മൈലേജ് ഒരു 13, 15, 16 വരെയൊക്കെ കണ്ടാൽ മതി. ആ ഒരു റേഞ്ച് കണ്ടാൽ മാക്സിമം മൈലേജ്. ഓക്കെ, 5-star സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. അക്കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തിൽ എടുക്കാം. നിങ്ങളുടെ 2 year വാറണ്ടി ഇല്ല? നമ്മുടെ 2 വർഷത്തെ വാറണ്ടിയും പിന്നെ 1 year RSA കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവര് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കസ്റ്റമർ കാറിനെ പറ്റി പറഞ്ഞാൽ 2 വർഷം വാറണ്ടി, അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം ഇത് നമ്മൾ ചോദിക്കുന്നത് 6,75,000 രൂപയാണ്. ഓക്കെ, 6.25 ലക്ഷം രൂപയ്ക്ക് 2021 മോഡൽ 33,000 കിലോമീറ്റർ ഓടിയ XZ+ ടിയാഗോ. മാനുവൽ ഡ്രൈവ് ആണ്. അൾട്രോസ് XZ+ അൾട്രോസ് മാനുവൽ ആണ്, മാനുവൽ ഡ്രൈവ് ആണ്. പലരും പറയുന്നുണ്ട് എന്താ മാനുവൽ ഓട്ടോമാറ്റിക് എടുത്ത് പറയാത്തത്. മാനുവൽ ആണ് എടുത്ത് പറയാറില്ല, ഓട്ടോമാറ്റിക് മാത്രമേ എടുത്ത് പറയാറുള്ളൂ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ പെട്രോൾ വാഹനം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും അൾട്രോസ് തന്നെ വന്നിരിക്കുകയാണ്. ഇനിയൊരു അൾട്രോസ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തൊട്ടപ്പുറത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇത് KL 42 പറവൂർ രജിസ്ട്രേഷൻ വാഹനം അല്ലേ? അതെ, ഇത് 2020 മോഡല് ഫസ്റ്റ് ഓണർ വണ്ടി. 44,000 കിലോമീറ്റർ ഓടിയ പ്ലസിന്റെ നേരത്തെ കണ്ടാലും തൊട്ട് താഴെ വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരും. കാര്യമായ മാറ്റമൊന്നുമില്ല, ചെറിയ എന്തോ മാറ്റമേ വരുന്നുള്ളൂ. അത് നോക്കിയിട്ട് പോലും നമുക്ക് കാണുന്നില്ല. ഇനി എഴുതി തെറ്റിപ്പോയതാണോ? അല്ല. ഓക്കെ, അപ്പോൾ XZ 2020 വാഹനം എത്ര ഓടി? ഇത് 44,000 കിലോമീറ്റർ. 44 നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പെട്രോൾ വണ്ടി തന്നെയാണ്. മാനുവൽ ഡ്രൈവ്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 7,20,000 രൂപയാണ്. 7,20,000 അല്ലേ? ഓക്കെ, XZ ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന വാഹനം 2020 7,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിലും 1 lakh കണ്ട് ഇറക്കാൻ പറ്റില്ല? ഇത് 1 lakh വേണ്ട, നമുക്കൊരു 50,000 രൂപ ഉണ്ടെങ്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മൈലേജ് വണ്ടിയിലേക്ക്. അടുത്ത അൾട്രോസ് വന്നു. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം 2020 മോഡല് XZ ആണ്. സെയിം വരുന്നത്. ഓട്ടോ ഏകദേശം സെയിം അല്ലേ? 48,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഏകദേശം ഒരു 60,000 രൂപയുടെ വ്യത്യാസത്തിലാണ് ഇവരിവിടെ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇതിന് മേജർ ആക്സിഡന്റ് ഇല്ല, പക്ഷെ ഇതിന്റെ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നത്. പക്ഷെ ഇതിന് നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് എഞ്ചിന്, ഗിയർ ബോക്സ്, സസ്പെൻഷന്, സ്റ്റിയറിംഗ് റാക്ക്, നോർമലുള്ള ഇവരുടെ 2 വർഷത്തിൽ 1 year പറഞ്ഞ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. എല്ലാം കവർ ആകുന്നുണ്ട്. ഒരുമാതിരി എല്ലാ പാർട്സിനും, അതായത് ന്യൂ കാർ കൊടുക്കുന്ന എല്ലാ വാറണ്ടി അതേ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 year. അടുത്ത വർഷം എന്ന് വെച്ചാൽ എഞ്ചിന് ഗിയർ ബോക്സ്. ഓക്കെ,
അപ്പോൾ ബാക്കി വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. മോഡല് 2020 സിംഗിൾ ഓണർഷിപ്പ് എക്സെറ്റ് 48,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മൾ ചോദിക്കുന്ന വില 6,60,000 രൂപ. 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് ചോദിക്കുന്നതാണ്, ഇപ്പൊ പറഞ്ഞ വണ്ടീൻ്റെ വിലയൊക്കെ ചോദിക്കുന്നതാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. വീണ്ടും ടാറ്റ തന്നെയാണ്, പക്ഷേ ഇതൊരു ഫുൾ ഓൺ ടിയാഗോ ആണ്. KL2 രജിസ്ട്രേഷനുള്ള ഫുൾ ഓൺ കിട്ടുന്ന ഒരു അടിപൊളി ടിയാഗോ. അതെ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇത് 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എക്സെറ്റ് പ്ലസ്. ഏറ്റവും ടോപ്പിന്റെ വാഹനം മാനുവൽ ആണ്. ഇതും 2020 മോഡൽ. ഓക്കെ, ഓട്ടോ എല്ലാം നോർമൽ ആണ്. മേജർ ഒന്നുമില്ല. ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി നമുക്ക് 2 ഇയർ കൊടുക്കാം. 2 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഫുൾ ഓണിൽ ലഭിക്കാൻ പോകുന്നത്. ടാറ്റ ടിയാഗോ ആണ്. മൈലേജ് ഏവറേജ് ഒരു 13 മുതൽ 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? ഓക്കെ, അപ്പോൾ നല്ല മൈലേജിൽ സേഫ്റ്റിയിൽ ഫുൾ ഓൺ കിട്ടുന്ന ഒരു കാറ് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 5,90,000 2020 എക്സെറ്റ് പ്ലസ് ടിയാഗോ. ഓക്കെ, 5,90,000 സ്വന്തമാക്കാം. ഫുൾ ഓൺ അതിലൊന്നുമില്ല, ഡൗട്ടൊന്നുമില്ല, എന്തായാലും കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. Hyundai i20 ആക്റ്റീവ് KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അതായത് നമ്മൾ i20 കൊണ്ട് പറയുമ്പോൾ കുറച്ച് അഡീഷണൽ ക്ലാഡിങ്, അതേപോലെ തന്നെ റൂഫ് റെയില് മൊത്തത്തിൽ ചെറിയൊരു കട്ടിക്ക് മാറ്റതാ. ഈ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ചെറിയൊരു മാറ്റം വരും. നമ്മളെ സാധാ i20 വെച്ചിട്ട് കുറച്ച് ഹൈറ്റ് ഉള്ള മാതിരി തോന്നുന്നുണ്ട്. ഹൈറ്റും കൂടും, അതേപോലെ തന്നെ വെയിറ്റും കൂടും. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2015 മോഡല്, 2015 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 78,000 നോർമൽ ഓട്ടോ തന്നെയാണ്. 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,19,000 ആണ് ചോദിക്കുന്നത്. 5,19,000 ഏറ്റവും ടോപ്പ് ഉണ്ട്. അതെ. ഓക്കെ, പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും. 5,19,000 രൂപയ്ക്ക് 2015 78,000 കിലോമീറ്റർ ഓടിയ i20 ആക്റ്റീവ് സ്വന്തമാക്കാം. ഇതിൽ ഫുൾ ഓൺ ചാൻസ് ഇല്ലല്ലോ? ഇല്ല, ഏകദേശം നമുക്കൊരു ഫസ്റ്റ് ഒരു 40,000 രൂപ ഒക്കെ ഇറക്കി കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. മൈലേജ് i20 പോലെ തന്നെ ഒരു എന്താ പറയുക 12 മുതൽ 15 വരെ. ഓക്കെ, ടാറ്റ വിട്ടിട്ട് പോകുന്നില്ല, വീണ്ടും ടാറ്റ തന്നെയാണ്. ടാറ്റ ടിയാഗോ, അതും ഒരു ഡീസൽ ടിയാഗോ ആണ്. നല്ല മൈലേജ്, 20 എബോ മൈലേജ് കിട്ടുന്ന വണ്ടി. KL 64 ചാലക്കുടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 വണ്ടി. 2019 സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, വേറെ എക്സി ആട്ടോ വേരിയന്റ് വരുന്നത്. എക്സി ബേസ് ആണ്. അതെ, ബേസ് ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ ഡീസൽ ആണ്. മൈലേജ് ആണ് ഹൈലൈറ്റ്. അതെ, വേറെ ഒന്നും പറയാനില്ല. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. വാറണ്ടി ഒക്കെ കിട്ടും. ഓക്കെ, RSA കവർ എല്ലാം കവർ. എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 4,70,75,000 രൂപ. 2019 ഡീസൽ ടിയാഗോ ആണ്. 4,79,000 നല്ല മൈലേജിൽ ലോ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ലോങ് കുറച്ച് ഓട്ടമുള്ള ഡെയിലി ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓട്ടമുള്ള ആളാണെങ്കിൽ അത്യാവശ്യം സേഫ്റ്റിയിൽ ഓടിക്കാനും പറ്റും, മൈലേജും കിട്ടും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ലോണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു 50 രൂപേൻ്റെ ഒക്കെ താഴെയായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്തൊരു 7 സീറ്റർ വാഹനമാണ്. കിയ കാരൻസ് ആണ് ഇപ്പോൾ ഉള്ള 7 സീറ്ററിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള വില കുറഞ്ഞൊരു വാഹനം. അല്ലേ, വില കുറഞ്ഞൊരു കാറ്റഗറി നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 വണ്ടി. 2023 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ കിയയുടെ വാറണ്ടി തന്നെ എനിക്ക് 4 വർഷം ഉണ്ടാവും. 4 വർഷം 27 വരെ കിയന്റെ വാറണ്ടി നിൽക്കുകയാണ് വാഹനത്തിൽ. ഏതാ ഓപ്ഷൻ? ഇത് ലക്ഷറി പ്ലസ് ആണ് വരുന്നത്. ഏറ്റവും ടോപ്പിന്റെ. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ, എയർ ബാഗ് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് സീറ്റ് A to Z. അതെ, ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് കേട്ടോ. അത് ശരി, ടോർക്ക് കൺവെർട്ടറിൽ വരും ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസലും ആണ്. ഒരു 17 റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ് 16 റേഞ്ച് കിട്ടുമായിരിക്കും അല്ലേ? മൈലേജ് ഡീസൽ അല്ലേ, അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന നല്ലൊരു 7 സീറ്റർ. അതെ, എത്ര കൊടുക്കാം? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 19,70,75,000 ആണ്. ഇതിനിപ്പം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 23,80,000 രൂപ വരുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വണ്ടി നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഒരു ഡീസൽ ഓട്ടോമാറ്റിക് 2023 വാഹനം ഇവിടെ ലഭ്യമാണ്. കമ്പനി വാറണ്ടിയിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അത്രയേ ഉള്ളൂ.
കമ്പനി വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ വാറണ്ടിയുടെ വാറണ്ടിയുടെ ആവശ്യമില്ല അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ലോൺ കയറുമോ? മാക്സിമം ലോൺ വരും. 18 വരെയൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തൊരു സെഡാൻ വന്നു. സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL 27 രജിസ്ട്രേഷനുള്ള വാഹനം. ഓക്കെ, പെട്രോൾ പറഞ്ഞോളൂ. 2014 മോഡല് VXI മിഡിൽ ഓപ്ഷൻ. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് കിടക്കാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടിയാണല്ലേ? അതെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ്. പുറകിൽ നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ആവറേജ് ഉള്ളൂ. ഓക്കെ, നീറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ആവറേജ് ഒരു 13 മുതൽ 17 വരെ മൈലേജ് കിട്ടും. മൈലേജും കിട്ടുന്നുണ്ട്. വലിയ മെയിൻ്റനൻസ് കോസ്റ്റും ഇല്ല. ഒരു അടിപൊളി സെഡാൻ വാഹനം അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 3,95,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 395 നിങ്ങൾക്കൊരു സ്വിഫ്റ്റ് ഡിസയർ എടുക്കാൻ പറ്റും. ഒരു അടിപൊളി സെഡാൻ വാഹനം. മാക്സിമം ലോൺ കിട്ടും. ഒരു 50 കണ്ടാൽ മതി. ഓക്കെ, അതുകൊണ്ട് ഇറക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. നല്ല മൈലേജുള്ള ഒരു വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ പഴയ i10 വന്നു. ഹ്യുണ്ടായി i10 KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാ ഷാദേ? ഇത് 2009 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സും കാര്യങ്ങളും. ടയേഴ്സിന്റെ ഭാഗങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. വേറെ ക്ലെയിമൊന്നുമില്ല. പിന്നെ മൈലേജ് 15 അകത്തായിട്ട് കണ്ടാൽ മതി. പഴയ ഒരു പെർഫോമൻസ് കാറാണ്. അപ്പോൾ 15 മൈലേജ് കണ്ടാൽ മതി. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 1,25,000 കൊടുക്കാം. 1,25,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, ഈ ഒരു വാഹനം സ്വന്തമാക്കാം വിത്തൗട്ട് റിന്യൂവൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ട അമേസ് വന്നു. ഒരു കോമ്പാക്ട് സെഡാൻ വാഹനമാണ്. KL 24 രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ 3rd ജനറേഷൻ വാഹനം. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 68,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഏതാ ഓപ്ഷൻ? ഇത് S ആണ് വരുന്നത്. എസ് മിഡിലായിട്ട് വരുന്ന ഓപ്ഷനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. നല്ല സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. 2019 മോഡൽ. ഓക്കെ, അടിപൊളി ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്. പുതിയ ടയേഴ്സാണ്. ഫ്രണ്ടിൽ പുതിയ ടയറാണ്. ഒരു ആവറേജ് ടയേഴ്സും. അതേപോലെ തന്നെ പെട്രോൾ വാഹനമാണ്. മാനുവൽ ഡ്രൈവ് ആണ്. ആവറേജ് ഒരു 13 മുതൽ 16 വരെ മൈലേജ്. അതൊരു മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 6,20,000 രൂപയാണ്. 6,20,000 2019 എസ്. കിലോമീറ്റർ പറഞ്ഞല്ലോ? 68,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 68,000 ഓടിയ അമേസ് 3rd ജനറേഷൻ വാഹനം. ഓക്കെ, അപ്പോൾ ലോണ് ഒരു 5-5.25 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു വാഹനമാണ്. പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുക, ജസ്റ്റ് ഓടിച്ചു പോകാം. ഒരു പണിയും കിട്ടത്തില്ല കാര്യമായിട്ട് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു ഹോണ്ട വാഹനം വന്നു. ഹോണ്ട WRV ആണ്. KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന WRV. പറോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 വണ്ടിയാണ്. WRV S ആണ് വേരിയന്റ് വരുന്നത്. മിഡ് തന്നെയാണല്ലേ? ഓക്കെ, 2017 സെക്കൻഡ് ഓണർഷിപ്പ്, 76,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, നോർമൽ ഓട്ടമാണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയേഴ്സിന്റെ ഭാഗം നോക്കണ്ട. ആണ്. ഓക്കെ, വാറണ്ടി കാര്യങ്ങളെല്ലാം വരും. പെട്രോൾ മാനുവൽ വാഹനമാണ്. നമ്മൾ അമേസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 13-16 റേഞ്ച് മൈലേജ് കിട്ടും. ഏകദേശം എല്ലാം സെയിം തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ 5,55,000 രൂപയാണ് ചോദിക്കുന്നത്. 5,55,000 2016 സോറി 17 മോഡൽ 5,55,000 രൂപയ്ക്ക് ഈ ഒരു എസ് ഓപ്ഷൻ WRV നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ 4.25 ലോൺ കയറും. 5 വരെ ചാൻസ് ഉണ്ടോ? 5 മാക്സിമം ചെയ്യുക. കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാക്സിമം ചെയ്ത് കൊടുക്കുക. 5,55 എന്നുള്ളത് നെറ്റ് റേറ്റ് ആണ് കേട്ടോ. അതെ, മാക്സിമം കുറച്ചിട്ടതാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. KL 37 രജിസ്ട്രേഷനുള്ള ഡാറ്റ്സൺ റെഡിഗോ അല്ലേ? അതെ, റെഡിഗോ ആണ്. KL 37 ന്യൂ ഷേപ്പ് ആണ്. അല്ല, എന്താ പറയുക, ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 28,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 28,000. ഓക്കെ, T ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു എന്താ മാനുവൽ വാഹനം 800cc 800cc വരുന്ന അത്യാവശ്യം നല്ല മൈലേജ് 20 അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എത്രയാ പാസ് ചെയ്യുന്നത്? നമ്മൾ 3,35,000 രൂപയാണ് ചോദിക്കുന്നത്. 2020 വണ്ടി അല്ലേ? 2020 T ഓപ്ഷനാണ്. 3,35,000 നിങ്ങൾക്ക് ഈ ഒരു റെഡിഗോ സ്വന്തമാക്കാം. ന്യൂ ഷേപ്പാണ്. ഓക്കെ, ലോണ് ഒരു 3 lakh കിട്ടും. 3 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. 10-35,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം ഈ ഒരു വാഹനം.
20യുടെ അടുത്തല്ല 20+ മൈലേജ് ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? വലിയ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. ടയർസ് പാക്കങ്ങളൊക്കെ ഇങ്ങനെ ടയേഴ്സ് കുറവാണ്, അതായത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ആ ഒരു കിലോമീറ്റർ ഓടിയ ടയറാണ്. ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് പോകാം.